afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Morning is the Tijan Dolan. What's your name here? Kind of sort of the white smoke here. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നിങ്ങള് പഴയ ക്ലാസ്സുകളുടെ നേരത്തെയൊക്കെ പഠിച്ചു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനിയും എടുക്കാനുള്ളതും അത് തന്നെയാണ്. ഇപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തത് മൈക്രോസോഫ്റ്റ് വേഡിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം ആ വേഡ് എന്ന് പറയുന്നത് ആ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് പ്രധാനമായിട്ട് റിപ്പോർട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് തയ്യാറാക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ തന്നെ എക്സൽ ഉണ്ട്, പവർ പോയിന്റ് ഒക്കെ ഉണ്ട്. എക്സലൊക്കെ പ്രധാനമായിട്ടും എന്താണ് കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രസന്റേഷനൊക്കെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ വരുമ്പോഴാണ് എന്താണ് പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റിന്റെ പവർ പോയിന്റ് എന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് വേഡിന്റെ ഇതിലേക്ക് തന്നെ നോക്കാം. വേഡിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിന്റെ ആപ്ലിക്കബിലിറ്റി ആണ് അല്ലെ. നമ്മൾ ഇവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. ആപ്ലിക്കബിലിറ്റി തുടങ്ങിയല്ലേ എടുക്കേണ്ടത്. ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ അത് തുടങ്ങിയല്ലേ. അപ്പൊ നമ്മൾക്ക് ഈ ടേബിൾ തുടങ്ങാനുള്ളത് ആപ്ലിക്കബിൾ, അതായത് നമ്മുടെ MS വേഡ് എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് പേഷ്യന്റ് റെക്കോർഡ്. Microsoft Word permits healthcare professionals to and keep electronic patients record. അതായത് നമുക്കറിയാം പണ്ട് കാലത്ത് മാത്രമേ രജിസ്റ്റർ അല്ലെ നമ്മളിങ്ങനെ എഴുതി തയ്യാറാക്കുന്ന മാനുവൽ സിസ്റ്റം മാറി ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ അവരുടെ പേഷ്യൻസിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ്സുകളും മാനുവൽ ആയിട്ടുള്ള എല്ലാ രീതിയിലും വ്യത്യസ്തമായിട്ട് ഇലക്ട്രോണിക്കലി അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് എന്താണ് MS Word പോലെയുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. These records consist of patient demographic, medical history, test result, then diagnosis, treatment plans, and progress reports. അതായത് ഇതിൽ നമ്മൾ പറഞ്ഞ മാതിരി ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ജെൻഡർ, ഏജ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ മെഡിക്കൽ ഹിസ്റ്ററി അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട നേരത്തെയുള്ള ഹിസ്റ്ററി എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തും. പിന്നെ പരിശോധനകൾക്കൊക്കെ ശേഷം എന്തെങ്കിലും ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയഗ്നോസിസ് രോഗ നിർണയവുമായി ബന്ധപ്പെട്ട മാറ്റേഴ്സുകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ രീതി നമുക്കറിയാം. കുറച്ച് നാൾ മെഡിസിൻ കൊടുത്ത്
അതിനുശേഷം അതിന് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഒന്നും ഇല്ല എങ്കിലൊക്കെയാണ് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ അല്ല അതിനുള്ള എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസുകളും അല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും. അതിന്റെ പ്രോഗ്രസ് നോട്ട്സ് അവരുടെ ആ ഒരു പേഷ്യന്റിന്റെ നിലവിലുള്ള രോഗാവസ്ഥയുടെ അപ്പൊ നിലവിലുള്ള രോഗാവസ്ഥയില് ആ കാര്യങ്ങളെല്ലാം അതും എന്താണ് നമ്മുടെ MS Word എന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് രേഖപ്പെടുത്താൻ എളുപ്പം സഹായിക്കും. Various formatting options enable the organization and the customization of patient information for easy reference and retrieval. അറിയാം അല്ലെ, അത് പണ്ടൊക്കെ ചാർട്ട് എടുത്ത് നോക്കുന്നതിന് പകരം ഇപ്പോൾ ഡോക്ടേഴ്സ് അവിടെ അവരുടെ സിസ്റ്റം എടുത്ത് ഓൺ ചെയ്തിട്ടാണ് രോഗിയുടെ എല്ലാ വിവരങ്ങളും അവർ മനസ്സിലാക്കുന്നത്. ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ചാപ്റ്ററിന്റെ നെയിം ബേസിക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് എന്താണ്, അതിന്റെ ആ ഒരു രീതി അല്ലെ, ഹോസ്പിറ്റലിലെ പേഷ്യന്റിന്റേതായ റെക്കോർഡ് വിവരങ്ങളെല്ലാം സിസ്റ്റത്തില് MS Word എന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ് പറയുന്നത് physicians and other healthcare providers can use the word to create medical reports, referral letters, discharge summaries and other medical correspondence. അറിയാം, ഇത് തയ്യാറാക്കുന്നത് അല്ലെ, എന്തെങ്കിലും റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോഴോ അല്ലെങ്കിൽ ഇൻ കേസ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലെറ്റേഴ്സ് ഒക്കെ നമുക്കറിയാം. ചില സ്റ്റുഡൻസിന്റെ ഒക്കെ ആണെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് ആബ്സെന്റീസുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കേണ്ടതൊക്കെ വരും. അതുമായി ബന്ധപ്പെട്ട ലെറ്റേഴ്സ് ഒക്കെ വേണ്ടി വരും. ഇൻ കേസ് ഡിസ്ചാർജ് സമ്മറീസ് ചില അല്ലെ മിക്ക ഇൻഷുറൻസ് കമ്പനികളാണെങ്കിൽ ഡിസ്ചാർജ് സമ്മറീസ് അവര് ഫസ്റ്റ് ആയിട്ട് വേണമെന്ന് ആവശ്യപ്പെടും. അപ്പൊ ഇതെല്ലാം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ MS Word സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. Then third one പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് SOPs. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചേക്കാൻ തന്നെ SOPs എന്നുള്ളത്. അതായത് നമ്മൾ നേരത്തെ കൂട്ടിയാലേ ഒരു എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. നമ്മൾ ഹോസ്പിറ്റലാണെങ്കിലും അതിന്റെ ആ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമാവലികളൊക്കെ നേരത്തെ കൂട്ടി തീരുമാനിക്കും. അതെല്ലാം എന്താണ് MS Word എന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നടപ്പാക്കാൻ സാധിക്കും. Word is useful for generating and updating SOPs within hospitals. അപ്പോൾ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ഇതിന് ഉപയോഗപ്രദമായിട്ടാണ് ഈ SOPs സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടപ്പാക്കുന്നത്. These documents frame step-by-step instructions for various processes. അതായത് ഏതെങ്കിലും ഒരു പ്രവർത്തനം അത് സാധ്യമാക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പുകളും നടപടിക്രമങ്ങൾ നടപ്പാക്കുന്നത് ഈ SOPs സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിനെ പെട്ടെന്നല്ല ഒന്നിച്ച് വളർന്നു വരാൻ സാധിക്കുന്നതാണ് പതിയെ അല്ലെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവര് കയറുന്നത്. അപ്പൊ ഓരോ പ്രൊസീജിയേഴ്സും ഇങ്ങനെ തയ്യാറാക്കി കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരെല്ലാം ഈ തരത്തിലുള്ള ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. Then like infection control protocols, in case എന്തെങ്കിലും ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട അണുബാധകളൊക്കെ എന്തെങ്കിലും കൺട്രോളിംഗ് ടൈമിലൊക്കെ കോവിഡ് ഒക്കെ വരുമ്പോൾ അതിന്റെ കുറച്ച് നിബന്ധനകളൊക്കെ ഇറക്കും. അതൊക്കെ എങ്ങനെയാ ഈ വേർഡ് പ്രോസസ്സിംഗ് അത് MS Word ഉപയോഗിച്ചിട്ട് ആ രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതേമാതിരി തന്നെ പറയുന്നുണ്ട് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടീവ്സ്. അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവര് അവരുടെ ഡയറക്ഷൻസ് ഒക്കെ ഇതേമാതിരി ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ റിട്ടേൺ പ്രോഗ്രാം തയ്യാറാക്കുന്നത്. Then next and emergency response procedures. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അറിയിക്കേണ്ടതുണ്ട് എങ്കിൽ അല്ലെ റിട്ടേൺ ഫോമിൽ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ അതെല്ലാം MS Word എന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഫോർത്ത് പോയിന്റ് പറയുന്നത് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ. എഡ്യൂക്കേഷൻ മെറ്റീരിയൽ പറയുന്നത് എന്താണ്? They can be used to expand educational materials for patients like brochures, handouts and information leaflets. അതായത് നമ്മൾ
ഈ വേർഡിന്റെ ഈ MS വേർഡിന്റെ ഉപയോഗത്തിലാണ് എന്താണ് മറ്റു പേഷ്യൻസിന് നമുക്കറിയാം ചിലപ്പോഴൊക്കെ ചില പേഷ്യൻസിന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം തിരിച്ചറിയാനായിട്ട് ചിലപ്പോൾ വെട്ടർ ഫോമിലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റിന്റെ രൂപരേഖ അല്ലെങ്കിൽ രേഖയൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ഫ്രണ്ടിന്റെ ഒക്കെ സഹായത്തോടെ അല്ലെങ്കിൽ രേഖകളുടെ സഹായത്തോടെയാണ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിനെ അറിയിക്കുന്നത്. അപ്പൊ അവരത് വായിച്ച് മനസ്സിലാക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യം നടക്കുള്ളൂ. അതായത് ചിലപ്പോൾ ഡോക്ടേഴ്സിന് ഒരുപാട് സമയം ഇരുത്തി പറഞ്ഞു കൊടുക്കേണ്ട ചില മാറ്റേഴ്സ് എല്ലാം ഇത്തരത്തിലുള്ള ബുക്ക്ലെറ്റുകളും എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കിയിട്ടായിരിക്കും അവരുടെ കയ്യിൽ കൊടുക്കുന്നത് അല്ലെ. ഇപ്പൊ എവിടെയാണെങ്കിലും കസ്റ്റമേഴ്സിന്റെ കയ്യിലാണ്, അതായത് പേഷ്യൻസിന്റെ കയ്യിലാണെങ്കിലും മറ്റേതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ള അവര് താഴെക്കിടയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഈ ബുക്ക്ലെറ്റുകളൊക്കെ തയ്യാറാക്കി കൊടുക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്താണ് MS Word എന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. Then healthcare professionals can generate visually engaging and informative documents to teach patients about various medical conditions, treatment options, preventive measures and lifestyle changes. അതായത് നമുക്കറിയാം ഒരു പേഷ്യന്റ് പെട്ടെന്ന് ചിലപ്പോൾ ഒരു കേസ് കൊണ്ട് വരുമ്പോഴേ അവരുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പറയുമ്പോൾ തന്നെ അത് ഉൾക്കൊള്ളാൻ സാധിച്ചു വരില്ല. അപ്പൊ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബുക്ക്ലെറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് അവര് ഇന്ന രോഗങ്ങൾ ഇന്ന രീതിയിലൂടെയാണ് ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ വേരിയസ് മെഡിക്കൽ കണ്ടീഷൻസ് വ്യത്യസ്ത തരത്തിലുള്ള മെഡിക്കൽ ആയിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ള ആ ഒരു കണ്ടീഷൻ അത് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇനി നമുക്കറിയാം പല പല ട്രീറ്റ്മെന്റ് അല്ലെ. നമുക്ക് മെഡിസിൻ കൊടുത്ത് ഭേദമാവുന്നതുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ മെഡിസിൻ കൊടുത്തിട്ട് ഭേദമായില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ഓപ്പറേഷൻ വിധേയമാക്കാമെന്ന് അവരെ പറഞ്ഞു ധരിപ്പിക്കേണ്ടതുണ്ടാവും. അപ്പൊ അതെല്ലാം എന്താണ് ഇവർക്ക് ബ്ലഡ് രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളടക്കത്തോട് കൂടിയിട്ട് കൊടുക്കുമ്പോഴാണ് അവർക്കത് വായിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കുള്ളൂ. അതേമാതിരി തന്നെ പ്രിവെന്റീവ് മെഷേഴ്സ്, അതായത് മുൻകരുതലായിട്ടുള്ള മാർഗങ്ങൾ അല്ലെ. ഇനി ഈ രോഗങ്ങൾ വരാതിരിക്കാനുള്ള നമുക്കറിയാം ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഡോക്ടേഴ്സിന്റെ പ്ലേസിൽ തന്നെ കുറച്ച് ഏരി തയ്യാറാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, ഇനിയും രോഗം വരാതിരിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി തയ്യാറാക്കുന്നത് ഇതിന്റെ സഹായത്തോടു കൂടിയാണ്. നമ്മുടെ MS Word മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള മാറ്റേഴ്സ് ഒക്കെ തയ്യാറാക്കുന്നത്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെ, നമ്മുടെ ജീവിത ശൈലിയിൽ വരേണ്ട മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണക്രമങ്ങൾ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പഠിക്കുന്നുണ്ടാവും. അതൊക്കെ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ MS Word എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ബോൾഡാക്കിയും നല്ല സൈസ് കൂട്ടിയും അല്ലെങ്കിൽ ചില കളേഴ്സ് ഒക്കെ കൊടുത്ത് നല്ല പെട്ടെന്ന് തന്നെ എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് നമുക്കത് എന്തെങ്കിലും ഭിത്തിയിലോ ഏതെങ്കിലും പ്ലേസിലൊക്കെ അവര് പതിപ്പിച്ചിട്ടുണ്ടാവും. അതപ്പോ എല്ലാവർക്കും തന്നെ അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ഇതുണ്ടാവും. ഇൻ കേസ് കസ്റ്റമേഴ്സിന് നേരിട്ട് കൊടുക്കുന്ന ബുക്ക്ലെറ്റുകൾ ഉണ്ടാവും. ചില രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഡോക്ടറിന്റെ അടുത്ത് സമീപിക്കുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ ഒരുപാട് പറയുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് വേണ്ടി നിങ്ങൾ സാവധാനം വായിച്ച് മനസ്സിലാക്കുക. ഇന്ന ട്രീറ്റ്മെന്റ് ഇതിനുണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇന്ന സ്റ്റെപ്പുകൾ വഴിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതൊക്കെ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള ബുക്ക്ലെറ്റുകൾ സഹായിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് അല്ലെ. ബാക്കപ്പ് ദ ക്രിയേഷൻ ഓഫ് റിസർച്ച് പേപ്പേഴ്സ്, കേസ് സ്റ്റഡീസ് ആൻഡ് സയന്റിഫിക് ആർട്ടിക്കിൾസ്. അതായത് നമ്മളുടെ ഗവേഷണപരമായി ബന്ധപ്പെട്ടുള്ള പ്രബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും കേസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ കേസ് ട്രീറ്റുമായി ബന്ധപ്പെട്ട കേസ് സ്റ്റഡീസുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കേൾക്കുമ്പോഴും ഈ സോഫ്റ്റ്വെയറിന്റെ സഹായം ഉപയോഗിക്കുന്നു. അതിന്റെ സയന്റിഫിക് ആർട്ടിക്കിൾസ്, അതായത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അത് രൂപകൽപ്പന ചെയ്യുമ്പോഴും നമുക്കറിയാം ഒരു വേര് പ്രോസസ്സിങ് എന്താണ് ചെയ്യുന്നത്. ശരിക്കും നമ്മളിപ്പോ പഠിപ്പിക്കുന്നത് തന്നെ എന്താണ് ആ ഒരു ഇത് നമുക്ക് PDF അങ്ങനെ ഉണ്ടാക്കി കിട്ടിയിട്ടാണ് നമുക്ക് പ്രസന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് അതിപ്പോ ബോൾഡാക്കി നമ്പർ കൊടുത്തു പാരഗ്രാഫ് തിരിച്ച് അതുമാതിരി തന്നെ എല്ലാത്തിനും തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്താണ് എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന ആ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്, അതിലെന്താ പറയുക,
Hospitals create a wide range of administrative documents that includes memos, meetings minutes, policies, and budget reports. Administrative നേരത്തെ SOPs-ലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജസ്റ്റ് പറഞ്ഞായിരുന്നു. അതേമാതിരി തന്നെ ഇതേമാതിരി അല്ലേ നമ്മുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ അതല്ലെങ്കിൽ മെമ്മോസ് തയ്യാറാക്കുമ്പോൾ എന്തെങ്കിലും ബഡ്ജറ്റ് പ്ലാനുകൾ അതിൻ്റെതായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ നിയമങ്ങളോ അതുപോലെ തന്നെ പോളിസി നയങ്ങൾ അല്ലെ നിയമ നടപടികളെല്ലാം തയ്യാറാക്കുമ്പോഴും ഇത് നമ്മുടെ DMS സ്കൂളിൽ എന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതെല്ലാമാണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന MS വേർഡിന്റെ ആ ഒരു ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് പഠിച്ചു നോക്കാം. എങ്ങനെ ഡോക്ടറെ ചോദിക്കാം. അത് ചെയ്തോട്ടെ. ക്ലിയർ ആണോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും പോയിന്റ്സ് വീണ്ടും പറയേണ്ടതുണ്ടോ? കണ്ടിന്യൂ ചെയ്യാലോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. എന്താണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. അതില് നിങ്ങള് നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് പവർ പോയിന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി MS വേർഡ് എന്ന് പറയുമ്പോൾ ഡോക്യുമെന്റ്സും റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്നതാണ് എങ്കിൽ പവർ പോയിന്റ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയില്ല സെമിനാറുകളും ക്ലാസ് നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ചിരിക്കുന്നവർക്ക് ബോറടിക്കും. കാരണം ഇത് അറിയാവുന്ന ഒരു മേഖല ആയതുകൊണ്ടാണ് ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ എത്തിയിട്ട് ചെയ്യാം. ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഓക്കെ. അപ്പൊ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് സമയം ഓക്കെ. ഇപ്പൊ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെമിനാറുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഇച്ചിരി അല്ലെ വിഷ്വലൈസ് ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അത് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ സാധിക്കില്ല. നമ്മളിപ്പോ കുറെ തയ്യാറാക്കുമ്പോൾ എല്ലാം വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഓരോ പോയിന്റ്സ് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് സ്ലൈഡ് ക്രിയേഷൻ, സ്ലൈഡ് ഫോർമാറ്റിംഗ് ഒക്കെ പെട്ടെന്ന് നമ്മളത് ഒരുപക്ഷെ വായിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ചിലപ്പോൾ ആ ഒരു മീനിങ് ഒക്കെ മൊത്തത്തിൽ വായിച്ചിട്ട് വേണം ഗ്രാസ്പ് ചെയ്യാൻ. അതേസമയം നമ്മളുടെ വിഷ്വലൈസ്ഡ് മെത്തേഡിലാണെങ്കിൽ എന്താണ് ചില പിക്ചറുകളും അല്ലെങ്കിൽ ചില ഗ്രാഫുകളൊക്കെ കാണിച്ചു തരുമ്പോൾ എന്താണ് നമുക്ക് പെട്ടെന്ന് വായിക്കാതെ തന്നെ ഇപ്പൊ ഒരു ഇതാണ് അല്ലെ പെർസെന്റേജിന്റെ ഒരു മാറ്റർ ആണ്. അതായത് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഉള്ളതാണ് ഇന്ന ഡിസീസസ്, ഏറ്റവും കുറവ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ എന്താണ് അതെല്ലാം വായിച്ചല്ലേ പോയിന്റ് ബൈ എഴുതുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ ആ എഴുതി വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ ആ പിക്ചറിലൂടെ തന്നെ ആ പെർസെന്റേജിന്റെ വാല്യൂ ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ പവർ പോയിന്റിലുള്ള പ്രത്യേകത. അത് വിഷ്വലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിംഗ് നിങ്ങൾ ഇതിനകത്ത് നെക്സ്റ്റ് ക്ലിപ്പിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്ന മാറ്റേഴ്സ് ആണ്, ഇവിടെ ഇന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ചെറിയൊരു ഓഡിയോ ഫിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും വിഷ്വലൈസേഷൻ ഒക്കെ നമുക്ക് ചെയ്യുമ്പോഴെന്നാണ് പെട്ടെന്ന് വ്യക്തികൾക്ക് അത് വായിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വായിക്കുന്നതിന് ചിലപ്പോൾ ഒരു കമ്പാരിസൺ ഒക്കെ ഉണ്ടായിരുന്നു. ആ കമ്പാരിസൺ ചെയ്യുന്ന മാറ്റേഴ്സ് ഒക്കെ എന്തെങ്കിലും രീതിയിൽ ഇമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴാണെങ്കിൽ അതും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു രീതിയാണ് പവർ പോയിന്റ് സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് എ
ബ്രോഡ്ലി യൂസ്ഡ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. സാധാരണയായിട്ട് പ്രസന്റ് ചെയ്യുന്നത് അല്ലെ, പ്രസന്റേഷൻ ചെയ്യുന്നത് എന്തെങ്കിലും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റിന്റെ സഹായത്തോടു കൂടിയിട്ട് പവർ പോയിന്റ് എന്ന ഒരു സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. Then it permits users to generate, edit and deliver dynamic and visually engaging presentations. അതായത് ഇതിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന അല്ലെ, ചിലപ്പോ ചില സ്ലൈഡുകളൊക്കെ നേരത്തെ കൂട്ടി കാണാം. ആ സ്ലൈഡുകളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് കേൾക്കാനുള്ളത് കയറ്റി അതുപോലെ ഒരു രൂപരേഖ ഒന്നുകൂടി മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം അത് വിഷ്വലി അല്ലെങ്കിൽ അതിന്റെ ഓഡിയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്ത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇറ്റ് പെർമിറ്റ് യൂസേഴ്സ് ടു ജനറേറ്റ്, എഡിറ്റ് ആൻഡ് ഡെലിവർ ഡൈനാമിക് ആൻഡ് വിഷ്വലി എൻഗേജിംഗ് പ്രസന്റേഷൻ. There are some main features and benefits of MS PowerPoint. ഈ PowerPointന്റെ ചില സവിശേഷതകളാണ് താഴെ നോക്കാം. സ്ലൈഡ് ക്രിയേഷൻ. സ്ലൈഡ് ക്രിയേഷനിൽ പറയുന്നത് PowerPoint extends a user-friendly interface for generating slides. അതായത് നമ്മൾ അല്ലെ ഫ്രീ ആയിട്ട് തന്നെ നമുക്കത് ഓരോ സ്ലൈഡുകൾ എടുത്ത് അത് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Users can easily add text, image, shapes, charts, and multimedia elements of slides, which enables them to carry information in an effective manner. അതായത് നമ്മളിപ്പോ ഒരു വിവരം അല്ലെ അത് പ്രസന്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ഉൾക്കൊള്ളണം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ മൈൻഡിലേക്ക് എത്തിപ്പെടണം എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ടാണ് പ്രസന്റേഷൻ കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ തരത്തിലുള്ള ഈ ഒരു സ്ലൈഡുകളിൽ അതിൽ കുറെ കാര്യങ്ങളൊക്കെ ചില ഇമേജുകൾ കൂട്ടിച്ചേർക്കുക, ചില ഷേപ്പുകളിൽ ഭേദഗതി വരുത്തുക, അല്ലെങ്കിൽ ചില ചാർട്ടുകൾ ഉൾപ്പെടുത്തുക, അങ്ങനെയെല്ലാം മൾട്ടിമീഡിയ എലമെന്റ്സ് സ്ലൈഡ് അതായത് അതിലേക്ക് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് സ്ലൈഡ് ക്രിയേഷൻ. അപ്പൊ നമ്മളെങ്ങനെ എന്താണ് നമ്മളുടെ സ്ലൈഡിലേക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ടെക്സ്റ്റ്, ഇമേജ്, ഷേപ്പുകളെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ കുറച്ചും കൂടി ചാർട്ടുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കുറച്ചും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് അതിനോടൊപ്പം തന്നെ മൾട്ടിമീഡിയ എലമെന്റ്സ് ഓഫ് സ്ലൈഡ്സ് എന്ന് പറയുമ്പോൾ ആ മീഡിയകൾ നമുക്ക് വീഡിയോ വേണമെങ്കിലും ഓഡിയോ വേണമെങ്കിലൊക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നല്ല രീതിയിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മാനർ, കാര്യക്ഷമമായ മാനറിൽ നമുക്ക് വിവരങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് കാണിച്ചു കൊടുക്കുക, പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് സ്ലൈഡ് ക്രിയേഷൻ. Then സെക്കൻഡിൽ പറയുന്നു സ്ലൈഡ് ഫോർമാറ്റിംഗ്. എന്താണ് സ്ലൈഡ് ഫോർമാറ്റിംഗിൽ പറയുന്നത്? PowerPoint offers a wide reach of formatting options to customize the appearance of slides. നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, അതായത് അതിന്റെ രൂപകൽപ്പന അല്ലെ വ്യത്യസ്ത രീതിയിലുള്ള സ്ലൈഡുകൾ കാണിച്ചു തരും. നമ്മളിപ്പോ ഒരു തയ്യാറാക്കുമ്പോൾ അതിന് ഇപ്പൊ നേരത്തെ നമ്മൾ MS Wordൽ പഠിച്ചു, നമുക്ക് കുറച്ച് ഫോമുകളൊക്കെ കാണിച്ചു തരും. ആ ഫോമില് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആ ഫോമില് ചില ഭേദഗതികളൊക്കെ നമ്മൾ എന്ന് പറഞ്ഞ മാത്രമേ ചില സ്ലൈഡുകൾ കുറെ ഉണ്ടാവും. ആ സ്ലൈഡുകളിലൂടെ നമ്മൾ മറ്റു സ്ലൈഡുകളും നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന മാറ്റർ അത് ഏത് രീതിയിൽ ചില കോളംസ് കൊടുത്തിട്ടാണോ, ചില ഗ്രാഫുകൾ കൊടുത്തിട്ടാണോ, അതല്ലെങ്കിൽ ചില വേറെ ഏതെങ്കിലും ഡിസൈൻസ് കൊടുത്തിട്ടാണോ എന്നുള്ളത് മൈൻഡിൽ വെച്ചിട്ട് അത് ആ സ്ലൈഡ് കണ്ടിട്ട് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ചെയ്യാനായിട്ട് അതിലേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. യൂസേഴ്സ് ക്യാൻ അപ്ലൈ alter fonts, colors and backgrounds, and use transition and animation to improve visual appeal and engage the audience. അതായത് ഓഡിയൻസ് ആയിട്ട് പ്രസന്റേഷൻ നടത്തുമ്പോൾ എന്താണ് കാണികൾക്ക് അത് വിഷ്വലി അല്ലെ പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാൻ പറ്റുന്ന നല്ല വാല്യൂബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് അല്ലെ നല്ല ഇൻഫോർമേഷൻസ് ആണ് അതിൽ ഉൾക്കൊള്ളിച്ചെന്ന് ഉള്ളത് ഉറപ്പുവരുത്തേണ്ടതുമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആൾക്കാർ ചെയ്ത് കേൾക്കാനായിട്ട് അത് കളേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അതിനോട് അനുയോജ്യമായ കളേഴ്സ് കേൾക്കണമെന്നുണ്ടാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്കുകൾ അതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടാവും, ബാക്ക്ഗ്രൗണ്ടിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടാവും. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി അതിന്റെ ഫോർമേഷൻ അതിന്റെ രൂപത്തിന് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് സ്ലൈഡ് ഫോർമാറ്റിംഗ് പറയുന്നത്. ഇനി വീണ്ടും സ്ലൈഡ് ലേഔട്ട്. അപ്പൊ നമ്മളൊരു ഫോം തയ്യാറാക്കുമ്പോൾ ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോമിൽ ചെയ്യാം. നേരത്തെ സ്ലൈഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിൽ ആ ക്രിയേറ്റിവിറ്റിക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഓഡിയോ വീഡിയോ എല്ലാം കൂടി ഉൾപ്പെടുത്തി പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സ്ലൈഡ് ക്രിയേഷൻ.
അത് സൃഷ്ടിക്കുമ്പോൾ വേണമെങ്കിൽ ഓഡിയോ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താം, അതിലേക്കുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ഉള്ള സ്ലൈഡിൽ നിന്നും കുറച്ചും കൂടി ബാക്ക്ഗ്രൗണ്ടിന് മാറ്റം വരുത്താം, അല്ലെങ്കിൽ കുറച്ചും കൂടി കളറിൽ മാറ്റം വരുത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും തീമിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. വീണ്ടും ഇതേമാതിരി തന്നെ സ്ലൈഡ് ലേഔട്ട്, എന്താ പറയുന്ന പവർ പോയിന്റ്സ് പ്രൊവൈഡ്സ് സ്ലൈഡ്സ് ലേഔട്ട് ഡിസൈൻ പ്രീവിയസ്ലി, നേരത്തെ ഉള്ള പ്രീവിയസ് ആയിട്ടുള്ള കുറെ സ്ലൈഡുകൾ ഉണ്ട്. മേക്കിംഗ് ഇറ്റ് ഈസി ടു ജനറേറ്റ് കൺസിസ്റ്റിംഗ് ആൻഡ് പ്രൊഫഷണൽ ലുക്കിംഗ് പ്രസന്റേഷൻസ്. അത് വേണമെങ്കിൽ നമുക്ക് എന്താണ് ഉള്ള ഒരു പ്രൊഫഷണൽ ലുക്കിംഗിലേക്ക് ആ ഒരു ഉള്ള ലേഔട്ടിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. യൂസേഴ്സ് ക്യാൻ സെലക്ട് ഫ്രം വെറൈറ്റി ഓഫ് ലേഔട്ട്സ് ഫോർ ലിറ്റിൽ സ്ലൈഡ്സ്, കണ്ടന്റ് സ്ലൈഡ്സ്, കമ്പാരിസൺ സ്ലൈഡ്സ്, അപ്പൊ പറയുന്നത് എന്താണ് പവർ പോയിന്റ് സ്ലൈഡ്സ്, അതിന്റെ ആ ഒരു ക്ലാസ് സെന്റൻസ് നോക്കാം. Looking presentations, users can select from a variety of layouts for little slides, content slides, comparison slides, and more, saving time and effort in the slides design. അതായത് നമ്മൾക്ക് കമ്പാരിസൺ നടത്തേണ്ട ഒരു കാര്യമാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ആ രണ്ട് കമ്പാരിസനെ കാണിച്ചുകൊണ്ട് അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഭദ്രതകളൊക്കെ വരുത്തി കാണിക്കാം. അതല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും, ഇപ്പോ സമയം ഒരു കാര്യം ചെയ്യുന്നതിന് ഇത്രയും സമയം വേണം, ഇതിന് ഇന്ന എത്ര സമയം വേണം, അപ്പൊ ഈ സ്റ്റെപ്പുകൾ നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്ത് തരാനായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓഡിയോ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പിംഗ് ഒക്കെ കൂട്ടിച്ചേർത്ത് അത് വിഷ്വലൈസ് ചെയ്ത് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പ്രസന്റേഷൻ ഇച്ചിരി കൂടി ക്ലാരിറ്റി ഉണ്ടാവും അല്ലെ, നല്ലൊരു കൃത്യതയും വ്യക്തമായിട്ട് മാർക്ക് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ എന്താണോ നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രസന്റിന്റെ ഫോർമാറ്റിംഗിലെ ഭേദഗതി വരുത്താൻ സാധിക്കും, അതിന്റെ സൃഷ്ടിക്ക് ഭേദഗതികൾ വരുത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിന്റെ ലേഔട്ട് അല്ലെ, അതിന്റെ ആ ഒരു ടൈമിങ് കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നമുക്ക് ഭേദഗതികൾ വരുത്തിയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അക്കൗണ്ട് വാണ്ടിക്കല്ല ഞാൻ വായിച്ച് വന്നപ്പോഴേക്കും ഓക്കെ. ഇതിൽ ഉദ്ദേശിക്കുന്ന കളർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു പശ്ചാത്തലം അല്ലെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ കളേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ കളേഴ്സ് നമുക്ക് ആവശ്യമുള്ള കളർ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇനി ഫോർത്ത് പോയിന്റ് പറയുന്നത് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പവർ പോയിന്റ് പാരമൈസ് ദ insertion of multimedia elements like image, audio and video files etc. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഇതില് മൾട്ടിമീഡിയ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇമേജസ് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ ഓഡിയോ എന്തെങ്കിലും അല്ലെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോ ശ്രമിക്കാൻ പോകുന്നത് ഇന്ന ആളുടെ സംഭാഷണമാണ് എന്ന് പറഞ്ഞൊരു ഓഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ കൊടുത്തിട്ട് അപ്പൊ കുറച്ചും കൂടി ഇങ്ങനെ എല്ലാം ഒരേപോലെ തന്നെ കേട്ടിരിക്കണമെന്നില്ല, വ്യത്യസ്ത വ്യക്തികളുടെ ആശയങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ വീഡിയോസ് അല്ലെ, വീഡിയോസ് ആണെങ്കിലും ഇതേമാതിരി തന്നെ ഏതെങ്കിലുമൊക്കെ ക്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെല്ലാം എന്താണ്, അത് എല്ലാവരും പ്രസന്റ് ചെയ്യുമ്പോൾ എല്ലാവരെയും പിടിച്ചിരുത്താനായിട്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദിസ് മേക്സ് ദ യൂസേഴ്സ് ഏബിൾ ടു ഇൻകോർപ്പറേറ്റ് വിഷ്വൽ ആൻഡ് authority aids into their presentation, making them more interactive and engaging. അതായത് നമുക്ക് ഇത്രയും കൂടി അതിലേക്ക് ലയിക്കാനായിട്ട് കുറച്ചും കൂടിയും അതിലേക്ക് ഇൻവോൾവഡ് ആയിട്ട് ആ പ്രസന്റേഷനിലേക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രസന്റേഷൻ ഒക്കെ അവതരിപ്പിക്കാൻ വരുന്നത് എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിലാണ് അല്ലെ, ചിലപ്പോ ചില കാര്യങ്ങള് സ്റ്റുഡൻസിന്റെ പ്രസന്റേഷന്റെ കാര്യങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ ചിലപ്പോ ഡോക്ടേഴ്സിന് ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സഹപ്രവർത്തകർക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ടാവും. പിന്നെ ട്രീറ്റ്മെന്റ് ഇന്ന സ്റ്റെപ്പ് വഴിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോ വലിയ വലിയ മേച്ചിലുകളെ സങ്കീർണമായിട്ടുള്ള ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ പോകുന്നത്. അപ്പൊ വ്യത്യസ്ത രീതിയിൽ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസും എന്തിലുണ്ട്, പവർ പോയിന്റ് എന്ന സോഫ്റ്റ്വെയറിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. Okay, then last paragraph നോക്കാം. Overall, Microsoft PowerPoint provides a powerful ground for generating visually appealing and impactful presentations. അതായത് ഇതിന്റെ എല്ലാം കൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്,
മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് നൽകുന്നത് എന്താ? പ്രധാനമായിട്ടും നല്ലൊരു അല്ലെ പ്രസന്റേഷനിൽ നല്ലൊരു ഉള്ളടക്കം അതിലേക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ആണ് കാണിച്ചു തരുന്നത്. Then it's users friendly interface, formative options, multimedia integration, and collaboration features which make it a popular selection for professionals, educators, and individuals who look to communicate the information in an effective manner. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരോടും അല്ലെ കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ, പക്ഷേ ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാനായിരിക്കും, ചിലപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനായിരിക്കും. അപ്പൊ അത് ഓഡിയോ ക്ലിപ്പിങ്ങും അത് വീഡിയോ ക്ലിപ്പിംഗ് ഒക്കെ മുൻകൂർ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ മാതിരി ഡോക്ടേഴ്സിന് ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചില കാര്യങ്ങളെല്ലാം അവരുടെ സഹപ്രവർത്തകരെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ടാവും. അതേമാതിരി തന്നെ എന്താണ് ഓരോ കാര്യങ്ങൾക്കും ചില പ്രൊഫഷണൽസിന് അവരുടെ കാര്യങ്ങൾ മാറ്റേഴ്സ് അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള മൾട്ടിമീഡിയയുടെ ആ ഒരു സമഗ്ര ഉള്ളടക്കം അതും കൂടി എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രീതി പ്രസന്റ് ചെയ്തുകൊണ്ടുണ്ടാവും. അതെല്ലാം പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ പവർ പോയിന്റ് ആണ്. പിന്നെ നമ്മൾ വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് വായിക്കാമോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. Okay, last paragraph നോക്കാം. Overall, Microsoft PowerPoint provides a powerful ground for generating visually appealing and impactful presentation. അതായത് നമുക്ക് അത് അല്ലെ നമ്മളുടെ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്നതുകൊണ്ട് തന്നെ പ്രസന്റ് ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് സൃഷ്ടിച്ചു തരുന്നത് അത് നമുക്ക് ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു ദൃശ്യപരമായിട്ടുള്ള ഒരു രീതിയിലൂടെയാണ് നമുക്കത് പ്രസന്റ് ചെയ്തു തരുന്നത്. അത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് മൈക്രോസോഫ്റ്റ്വെയറിന്റെ ഒരു പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ്. അങ്ങനെ പ്രസന്റേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ദൃശ്യാത്മകമാക്കിയിട്ട് നമ്മുടെ ഡാറ്റാസ് കാണിച്ചു തരുന്നത്. ഇറ്റ്സ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. അതായത് നമ്മൾക്ക് അല്ലെ നമ്മളുടെ ഇഷ്ടത്തിന് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ യൂസറിന്റെ ഇഷ്ടത്തിന് അതിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഓഡിയോ വീഡിയോ ഒക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ആൻഡ് കൊളാബറേഷൻ ഫീച്ചേഴ്സ് മേക്ക് ഇറ്റ് എ പോപ്പുലർ സെലക്ഷൻ ഫോർ പ്രൊഫഷണൽസ്. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഓരോന്നിനും പ്രൊഫഷണൽ ഇപ്പൊ നമുക്കറിയാം ഡോക്ടറിന്റെ പ്രൊഫഷണലില് അല്ലെങ്കിൽ ലെക്ചേഴ്സിന്റെ പ്രൊഫഷനിൽ അവർക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ തന്നെ മറ്റു സഹപ്രവർത്തകർക്കെല്ലാം ഉപയോഗപ്രദമാക്കുന്ന തരത്തിലുള്ള സവിശേഷതകളെല്ലാം ഇതിലുണ്ട്, ഈ പവർ പോയിന്റിലുണ്ട്. ലെക്ചേഴ്സിന് ക്ലാസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് അവരുടെ സഹപ്രവർത്തകർക്ക് എങ്ങനെയാണ് ഈ ഡ്യൂട്ടി ചെയ്യണേന്നോ അങ്ങനെ എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സിനും വേണ്ടിയിട്ടുണ്ട് പവർ പോയിന്റിൽ ഉണ്ട് എന്നുള്ളതാണ്. Educators and individuals who look to communicate information in an effective manner. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ഇപ്പൊ ഒരു പേഷ്യന്റ് ആണെങ്കിൽ പേഷ്യന്റിന് ചിലപ്പോൾ ഒരു വിഷ്വലൈസ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം അവരെ ഘടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ രോഗാവസ്ഥ എന്താണ്, ഈ രോഗം എന്ന രീതിയിലാണ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. ആദ്യം ചിലപ്പോൾ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് മെഡിസിൻസ് ആയിരിക്കും കഴിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ചിലപ്പോൾ എന്തെങ്കിലും ഇമാജിൻ ചെയ്ത് പിക്ചർ വെച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കും. കേസ് മാറ്റങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ
ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓപ്പറേഷന് വിധേയമാക്കേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ മാറ്റങ്ങൾ അത് എന്താണോ അത് കൃത്യമായിട്ട് അവിടെ കാണിച്ചു കൊടുക്കും. അതായത് അതിൻ്റെതായ ഒരു ഇമാജിനേഷൻ അതിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എഫക്റ്റീവ് മാനറിൽ തന്നെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ ഈ പ്രസന്റേഷൻ ഈ ഒരു എന്താണ് മറ്റുള്ളവരെ ധരിപ്പിക്കാനുള്ള ഒരു രീതി അത് ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ പവർ പോയിന്റ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയറായോ? ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയറായോ? എനിവേ എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ആപ്ലിക്കബിലിറ്റി ഒക്കെ കണ്ടിന്യൂ ചെയ്യാം. ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽസ് ആണ് എടുക്കാനുള്ളത്. നോക്കാം. ഇത് ഈ ഒരു പവർ പോയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം ഹോസ്പിറ്റലിൽ എങ്ങനെയാണെന്ന് നോക്കാം. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. PowerPoint is widely used in hospitals for medical education and training programs. അതിന്റെ പഠിപ്പിക്കുന്നതിലും അതിന്റെ ട്രെയിനിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇത് PowerPoint എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇറ്റ് മേക്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഏബിൾ ടു ക്രിയേറ്റ് വിഷ്വലി എൻഗേജിങ് പ്രസന്റേഷൻസ് ടു ഗിവ് ഔട്ട് ദ ലെക്ചേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അല്ലെ, അവർ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഓരോ പിക്ചേഴ്സുകളൊക്കെ സ്ലൈഡുകൾ എടുത്തിട്ട് കാണിച്ചിട്ടാണ് അവര് ഓരോന്നിന്റെ സ്ലൈഡുകൾ എടുത്തിടും. ഇന്ന ഭാഗങ്ങളാണ് ഇന്ന ഭാഗത്തേക്ക് പഠിപ്പിക്കുമ്പോൾ വരയ്ക്കും. അതേപോലെ തന്നെ ഓപ്പറേഷൻ വിധേയമാക്കുമ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തിലൊക്കെ അവരോരോ സ്ലൈഡുകൾ എടുത്തിട്ടാണ് അതിലേക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു രീതിക്ക് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ്. Then conduct workshops and provide teaching materials to staff members, medical students and patients. അതായത് നമ്മൾ വർക്ക്ഷോപ്പ് വെച്ച് കഴിയുമ്പോൾ ആ ഒരു പ്രവർത്തന മേഖലകളിലേക്ക് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നതും എങ്ങനെയാണ് ഈ ഒരു വിഷ്വലൈസേഷനിൽ പ്രസന്റേഷന്റെ വഴി തന്നെയാണ്. അതിന്റെ പ്രൊവൈഡ് ടീച്ചിങ് മെറ്റീരിയൽസ് ടു സ്റ്റാഫ് മെമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവരുടെ മെറ്റീരിയൽസ് സ്റ്റാഫുകളെ ഇപ്പൊ നമുക്കറിയാലേ ഒരു ഓൺലൈൻ ടീച്ചിങ് ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഓരോ സ്ലൈഡുകൾ എടുത്തിട്ടൊക്കെയാണ് ഓരോ ടീച്ചിങ്ങുകൾ വരുന്നത്. നമ്മളിപ്പോ PDF മാത്രം എടുത്തിട്ടാണ് കാണിക്കുന്നത്. പവർ പോയിന്റിന്റെ യൂസേജ് വരുന്ന ഒരു ഇതാണെങ്കിൽ എന്താണ് അവര് ഓരോ സ്ലൈഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമുക്കറിയാം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണ് ഇങ്ങനത്തെ പഠിക്കാൻ അല്ലെ. ചില കാര്യങ്ങളിലൊക്കെ നമുക്കറിയാം ഇങ്ങനെ സാധനങ്ങളൊക്കെ തിരിച്ചിട്ട് കൃത്യമായിട്ട് തന്നെ ഓരോന്നും ചെയ്ത് പഠിക്കുകയും കാണിച്ചു കൊടുക്കേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം ഇത് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. മെഡിക്കൽ സ്റ്റുഡൻസ് ആൻഡ് പേഷ്യൻസ്. മെഡിക്കൽ സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്കും ഇത് ഉപയോഗപ്രദമാണ്. അതിന്റെ പേഷ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പേഷ്യൻസിന് ചില കാര്യങ്ങളൊക്കെ തിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ടൂൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. നെക്സ്റ്റ് അതിന്റെ ഒരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട് ക്ലിനിക്കൽ പ്രസന്റേഷൻ. പ്രധാനമായിട്ട് ചികിത്സാപരമായിട്ടുള്ള രീതിയിലേക്ക് വരുമ്പോൾ PowerPoint is generally employed for clinical presentations, conference and rounds in hospitals. അതായത് മൊത്തത്തില് ഹോസ്പിറ്റലിന്റെ ഇതായിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ള തൊഴിലിലേക്ക് വരുമ്പോൾ PowerPoint ഒരു പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ടൂളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഏതായാലും ഒരു പിക്ചർ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇതുകൊണ്ട് ഉപയോഗപ്രദമാണ്. Physicians and healthcare professionals use it to display reach, finding case studies, treatment protocols and clinical outcomes to their co-workers, encouraging knowledge sharing and professional advancement. അതായത് നമുക്കറിയാം ഡോക്ടേഴ്സ് അല്ലെ അവരുടെ ഹെൽത്ത് പ്രൊഫഷണൽസുമായിട്ട് കാര്യങ്ങളൊക്കെ മിങ്കിൾ ചെയ്ത് ചിലപ്പോൾ എന്തെങ്കിലും ഇല്ലെങ്കിൽ കാര്യങ്ങൾ ഡൗട്ടുകളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യുന്നതും അതേമാതിരി റിസർച്ചുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനൊക്കെ ആയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇത്രയും ഭേദഗതി വരുത്തി, അത് ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ ആ സൈഡിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വന്നു, അങ്ങനെയൊക്കെ മനസ്സിലാക്കി കൊണ്ടുവരുമ്പോഴും കേസുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ പ്രോട്ടോകോൾ ഓരോ ട്രീറ്റ്മെന്റും ഏതൊക്കെ പ്രോട്ടോകോളുകളാണെന്ന് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പിക്ചറിന്റെ രീതിയിലൊക്കെ കാണിച്ചു തരുമ്പോൾ പെട്ടെന്ന് അത് എല്ലാം വായിച്ചെടുക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും ടൈമൊന്നും കിട്ടിയെന്ന് വരില്ല പ്രൊഫഷണൽ ഫിസിഷ്യൻസിനൊക്കെ. അപ്പൊ അതൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കി അല്ലെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനൊക്കെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള സ്ലൈഡുകൾ എടുത്തിട്ടാണ് കാണിച്ചു കൊടുക്കുക.
അതിന് ക്ലിനിക്കൽ ഔട്ട്കംസ് ടു ദിയർ കോവർക്കേഴ്സ് അല്ലെ, അവരുടെ സഹപ്രവർത്തകർ ഡോക്ടറിനോടൊപ്പം തന്നെയുള്ള നഴ്സുമാരെ വീട്ടിലുള്ളവർക്കൊക്കെ അതിന്റെ ആ ഒരു ഇങ്ങനെയുള്ള ചികിത്സാ രീതി അവലംബിച്ചാൽ ഉണ്ടാകുന്നതിന്റെ ഈ ഓപ്പറേഷൻ വിധേയമാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇത്രയാണ്. നമ്മൾ ഇങ്ങനെ ഈ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് അല്ലെ. അവർക്കൊരു കോവർക്കേഴ്സിന്റെ ഇടയിൽ ഒരു പെട്ടെന്ന് തന്നെ ഒരു ആശയം കൈമാറാനായിട്ടും എൻകറേജിങ് നോളജ് ഷെയറിങ് ആൻഡ് പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റ്. അതായത് നമ്മളുടെ അല്ലെ, നമ്മളിപ്പോ ഡോക്ടേഴ്സിനാണെങ്കിലും ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഇന്ന രീതിയിൽ ചെയ്ത സമയം എടുക്കുന്നോ അല്ലെങ്കിൽ ഇന്ന രീതി അപ്ലൈ ചെയ്യാമെന്നോ പരസ്പരം ആ ഒരു വിവരങ്ങളെല്ലാം കൈമാറ്റം ചെയ്യാനായിട്ട് സ്ലൈഡുകൾ വെച്ചിട്ട് കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധാരണയായിട്ട് റെക്കോർഡ് ക്ലാസ്സുകൾ പിറ്റേ ദിവസമായിരിക്കും കിട്ടുന്നത് അല്ലെ. അങ്ങനെയാണല്ലോ തോന്നുന്നത്. എന്തായാലും റെക്കോർഡ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് ഈ സ്ലൈഡുകൾ ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. അത് പ്രൊഫഷണൽസ് അഡ്വാൻസ്മെന്റ് അവർക്കും എന്തായത് തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും ഇതുകളല്ലേ നേരത്തെ കൂട്ടി കുറച്ച് കാര്യങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് ആ തൊഴിലിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ചിലർക്കല്ലേ പഠിച്ച കാര്യങ്ങളാണെങ്കിൽ കൂടി അതിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴൊരു പേടി ഉൾക്കാഴ്ച പേടിയും ഉൾക്കണ്ടൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്ലൈഡുകളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങളിലേക്കൊക്കെ പങ്കാളികളായിട്ട് പോകാനൊക്കെ സാധിക്കും. അതാണ് ക്ലിനിക്കൽ പ്രസന്റേഷനിൽ ഉദ്ദേശിക്കുന്നത്. മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻസ്. അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ പരമായിട്ട് എടുക്കുമ്പോൾ അവിടെ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അവിടെ ഭരണ നിർവഹണത്തിലും ചില കാര്യങ്ങൾ അല്ലെ അവിടെ ഈ PowerPoint ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം നോക്കാം. ഹോസ്പിറ്റൽസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് യൂസ് ഇറ്റ് ഫോർ വാസ്റ്റ് മീറ്റിംഗ്സ്, ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ് സെഷൻസ്. അതായത് നമ്മൾ പ്രധാനമായിട്ട് തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ ഡിപ്പാർട്ട്മെന്റുകളുടെ മീറ്റിങ്ങുകൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വലിയ അല്ലെ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള എന്തെങ്കിലും മീറ്റിങ്ങുകളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് എടുക്കേണ്ടി വരുമ്പോഴൊക്കെ നമുക്കറിയാം ചിലപ്പോ ഇന്ന സ്ഥലത്ത് കൂടുക അവര് വിഷ്വലി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെ അത് കാണിച്ചു കൊടുക്കുമ്പോൾ ഏത് സ്ഥലത്താണ് കൂടുന്നതിനൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും തന്നെ ക്ലിക്ക് ചെയ്യും. പിന്നെ സമയം അതൊക്കെ ഉൾക്കൊള്ളിക്കുക. അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് അത് ഈ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അതൊക്കെ എന്തെങ്കിലും ചെറിയ ഒരു സ്ലൈഡൊക്കെ മാറ്റി കാണിക്കുമ്പോൾ എല്ലാവർക്കും അത് വ്യക്തമാക്കി എടുക്കാനായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് സെന്റൻസ് പറയുന്നത് ഇറ്റ് അസിസ്റ്റ് ഇൻ വിഷ്വലൈസിംഗ് ഡാറ്റ, presenting reports and communicating organization goals and policies in an effective manner. അതായത് കാര്യക്ഷമമായ മാനറിൽ തന്നെ ഒരു പോളിസികളും ഡേറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ എന്നാ വന്നേന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. എല്ലാ ദിവസവും കേൾക്കാറില്ലേ ക്ലാസ് ഞങ്ങൾ പിന്നെയും നിങ്ങളുടെ ക്ലാസ് റൂം ഞങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിലല്ലേ നോക്കാറുള്ളൂ. നിങ്ങൾക്ക് തന്നെയാണോ കിട്ടാറ്? ആദ്യമായിട്ടാണോ നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുന്നത്? നോക്കാം. അപ്ഡേറ്റ് ആയിട്ട് എന്തായാലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരും. അതനുസരിച്ച് തന്നെ നിങ്ങൾ കേൾക്കാം. ഇതിൽ നമ്മൾ പറഞ്ഞു പോകുന്നത് എന്താണ്? മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ കഴിഞ്ഞു. അതായത് ഇതിലെ ലാസ്റ്റിൽ പറയുന്നത് റിപ്പോർട്ടുകൾ എന്തെങ്കിലും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നയങ്ങളോ നടപടിക്രമങ്ങളോ എന്തെല്ലാം വേണോ അതൊക്കെ എളുപ്പത്തിൽ ചിലപ്പോ നമ്മളൊരു മറ്റേ വേർഡ് പ്രോസസ്സിംഗ് പോലെ കുറെ അച്ചടിച്ച് അത് കേട്ടിട്ടില്ലെങ്കിൽ എനിക്കറിയില്ല മറ്റെല്ലാവരും അങ്ങനെ തന്നെയാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കാൻ പറ്റാറില്ലേ? റെക്കോർഡ് ക്ലാസ്സുകൾ എന്തായാലും ഉണ്ടാവാറുണ്ടെന്ന് തന്നെയാണ് എന്റെ ഉറപ്പ്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. ഇപ്പോഴും റെക്കോർഡിങ്ങിലാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് റൂമുകളിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. അത് എപ്പോഴാണ് എത്തുന്നതെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി എന്താ പറയുന്നത്? നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷനിലെ ലാസ്റ്റ് ടോപ്പിക് ആണ്. അതായത് സ്ട്രാറ്റജിക് പ്ലാനിംഗ് സെഷനിൽ നമ്മൾ മുൻകൂട്ടി കാണുമെന്ന് പറഞ്ഞു. Need assist in visualizing data, presenting reports and communicating organization goals and policies in an effective manner. നല്ല രീതിയിൽ തന്നെ അല്ലെ നല്ല രീതിയിൽ തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്താനായിട്ട്
ഇത്തരത്തിലുള്ള ചിലപ്പോൾ ഓഡിയോയോ വീഡിയോയോ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ നടത്തി വരുമ്പോൾ എല്ലാവർക്കും എന്താണ് ഉദ്ദേശം ലക്ഷ്യം, ഇത് എങ്ങനെ രീതിയിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ചെയ്യേണ്ടത്, ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പ്ലാനുകളൊക്കെ വരുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ അവനവന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്താണ് അത് പെട്ടെന്ന് തന്നെ ഗ്രാസ് ചെയ്തിട്ട് അതിലേക്ക് കിടക്കാനൊക്കെ ആയിട്ട് ഓരോരുത്തർക്ക് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ മാത്രമേ പഠിതാനെയും മൊത്തം വായിച്ചു നോക്കണം അല്ലേ, വേർഡ് പ്രോസസ്സിംഗ് ഒക്കെ വരുമ്പോൾ എല്ലാം വായിച്ചു നോക്കിയിട്ട് നമുക്കത് അതിലേക്ക് കിടക്കാനൊക്കെ സാധിക്കുള്ളൂ. പക്ഷെ ഇത് ഇത്തിരി കൂടി ഫാസ്റ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ തന്നെ ചിലപ്പോ ഓഡിയോ വീഡിയോ ഒക്കെ ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് എന്തെങ്കിലും ഇമാജിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് നോക്കിയിട്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓരോരുടെ ഡ്യൂട്ടിയിലേക്ക് കിടക്കാനൊക്കെ ആയിട്ട് സാധിക്കും. വിഷ്വൽ എയ്ഡ് ഫോർ കോൺഫറൻസ് ആൻഡ് ഈവെന്റ്സ് ഇതിൽ പറയുന്നത് ഹോസ്പിറ്റൽസ് ഓഫൺ ടേക്ക് എ പാർട്ട് ഇൻ കോൺഫറൻസസ്, ഹെൽത്ത് ഫെയർസ് ആൻഡ് കമ്മ്യൂണിറ്റി ഈവെന്റ്സ്. പറയാ ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റ് വിവിധ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കും. അത് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്, ഒരുപക്ഷെ ഹോസ്പിറ്റലിന്റെ വളർച്ച അല്ലെ, അത് എന്താണ് കമ്മ്യൂണിറ്റിയിൽ ആ ഒരു സ്ഥലത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലൊക്കെ ആവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നല്ല പേര് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിന് അതിൻ്റെതായ ട്രീറ്റ്മെന്റിന്റെ ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഹെൽത്ത് ഫെയറുകളും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആ ഒരു സമൂഹത്തിലുള്ള സംഭവങ്ങളെല്ലാം ഈ പ്രസന്റ് ചെയ്യാൻ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എല്ലാവരും എന്താണ് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. PowerPoint pairings to create visually captivating presentation to display their services, initiatives and achievements. മാത്രമേ സേവനങ്ങളും അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങളും എന്തെങ്കിലും മുൻകൈ എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് അത് പ്രദർശിപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. These presentations aid hospitals to attract patients, build a partnership and promote their brand image. അതായത് നമുക്കറിയാം ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കൂടുതൽ കസ്റ്റമേഴ്സ് ഇപ്പൊ നമുക്കറിയാം ഓരോ മൊബൈൽ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഒന്നും ഇല്ല അല്ലെ, ക്യൂ നിന്നല്ല ഇപ്പൊ ഒക്കെ കാണിക്കുന്നത്. ചില ഹോസ്പിറ്റലൊക്കെ വിഷ്വലി എന്തെങ്കിലുമൊക്കെ പ്രസന്റ് ചെയ്യും, നിങ്ങളുടെ സമയമാണോ അവിടെ തിരികെ വരുന്നത് അല്ലെ, ആ ടൈം അനുസരിച്ചിട്ട് നമുക്ക് ആ സമയത്ത് മാത്രം കയറി കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അത് എവിടെയാണെങ്കിലും അല്ലെ, ഫാർമസിയിലാണെങ്കിലും ലാബിലാണെങ്കിലും അല്ലെങ്കിൽ റിസപ്ഷനിലാണെങ്കിലും കൗണ്ടറിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്താണ് മോണിറ്ററിംഗ് സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് അത് അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്ത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഈ ഇടയിൽ കുറെ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്ത് പോകുന്നുണ്ടാവും. മറ്റുള്ളവർക്ക് എന്താണ് ഉപകാരപ്രദമായ രീതിയിൽ ചിലപ്പോൾ ഡോക്ടേഴ്സിനെയൊക്കെ അറിയപ്പെടുന്ന ഡോക്ടേഴ്സൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചില ഭാഗത്തൊക്കെ കുറെ വിഷ്വൽ സ്ലൈഡുകൾ ഇങ്ങനെ കാണിച്ചൊക്കെ പോകുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അവിടേക്ക് ശ്രദ്ധയ്ക്ക് കേന്ദ്രീകരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇത് മൊത്തത്തിൽ നമുക്ക് ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കും. ഓരോരുത്തരുടെ ഇടയിലും നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടർ അവിടെയുണ്ട്, ഇങ്ങനത്തെ സമയങ്ങൾ കിട്ടുന്നുണ്ട്, സമയത്തിന് ഇത്രയും കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പൈസ ക്യാഷ് ഒക്കെ ഇത്രയും ചെലവാകുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് പറയുന്നത് എന്താണ് ഹെൽത്ത് ഫെയർ ആൻഡ് കമ്മ്യൂണിറ്റി ഇവന്റ്സ്. PowerPoint pairings to create visually captivating presentation to display their services. അവരുടെ സേവനങ്ങൾ അല്ലെങ്കിൽ അവർ മുൻകൈ എടുക്കുന്നത് അവരുടെ നേട്ടങ്ങൾ കാണിച്ചു തരാൻ സാധിക്കുന്നു. These presentations aid hospitals to attract patients, build partnerships and promote their brand image. അവർക്ക് എല്ലാ പേഷ്യൻസിനെയും അട്രാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു പങ്കാളികളാവാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇപ്പൊ ഒരു കമ്പനിയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിലും അതിലെ പങ്കാളി ഷെയറുകൾ ഹോൾഡേഴ്സ് ഒക്കെ ആവാനായിട്ട് ചിലർക്ക് താല്പര്യം വരും. അതേമാതിരി തന്നെ എന്താണ് അവരുടെ ഇമേജ് ബ്രാൻഡ് ഇമേജ് വർദ്ധിപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള സ്ലൈഡ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. Then in short, Microsoft PowerPoint is the multi-factor tool used in hospitals for media education, clinical presentations, patient education, administrative motives, quality improvement initiatives, research dissemination, internal communications, and external events extremely happening. It's a visual appeal, multimedia capabilities, and case of use make it an essential software for effective and convenient healthcare information within hospitals and beyond. അതായത് ഇതിലെ പ്രധാനമായിട്ടും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാത്തിനും നമ്മളിപ്പോ കണ്ടിടത്തോളം എന്താണ്
എല്ലാവർക്കും ഉപകാരപ്രദമാകാനായിട്ട് സാധിച്ചു. ഇവിടെ പറയുന്നുണ്ട് ഹോസ്പിറ്റൽസ് ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസം, മെഡിക്കൽ പരമായിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് ഇവരെ ലെക്ചറിൽ പഠിപ്പിച്ച് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നു. ക്ലിനിക്കൽ പ്രസന്റേഷൻ, ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ പേഷ്യൻസിനെ അറിയിക്കേണ്ടത് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് സഹപ്രവർത്തകരുടെ ഇടയിൽ കാണിച്ച് പെട്ടെന്ന് തന്നെ കാര്യം ചെയ്തിരിക്കാനൊക്കെ ആയിട്ട് ഈ പ്രസന്റേഷൻ കൊണ്ട് സാധിക്കുന്നു. പേഷ്യൻസ് എഡ്യൂക്കേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രോഗം, ആ രോഗത്തിനെ എങ്ങനെ ഭേദമാക്കാം എന്നും ആ രോഗം വരുന്നത് എങ്ങനെ തടയാമെന്നൊക്കെ, അല്ലെങ്കിൽ പ്രിവെന്റീവ് ആയിട്ട് മുൻകരുതൽ എന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള പവർ പോയിന്റിന്റെ പ്രസന്റേഷൻ സാധിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് മോട്ടീവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അവർക്ക് ഒന്നിച്ച് മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ റെക്കോർഡ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കാനോ അങ്ങനെ ചില കാര്യങ്ങൾക്കെല്ലാം എന്താണ് ഇത്തരത്തിലുള്ള പവർ പോയിന്റ് ഉപയോഗിക്കാം. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്, ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോ ഇന്ന നമുക്ക് നേട്ടം കിട്ടി, അപ്പൊ ഇന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇന്ന നേട്ടങ്ങൾ കിട്ടാൻ സാധിക്കും എന്നൊക്കെ ഉൾപ്പെടുത്തി എന്തെങ്കിലും അവതരിപ്പിക്കാൻ സാധിക്കും. റിസർച്ച് ഡിസമിനേഷൻ അല്ലെ, നമ്മുടെ ഗവേഷണം അതിന്റെ പ്രബന്ധങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ട് സാധിക്കും. പിന്നെ കമ്മ്യൂണിക്കേഷൻ, അതായത് ഹോസ്പിറ്റലിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള പെട്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവരവരുടെ ഡ്യൂട്ടി നിർണ്ണയിക്കാനൊക്കെ പെട്ടെന്ന് തന്നെ ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കും. അതിന്റെ എക്സ്റ്റേണൽ ഇവന്റ്സ് എക്സ്റ്റേണലി ഹാപ്പനിങ്, അതായത് പുറത്ത് ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് എക്സ്റ്റേണൽ ഇവന്റ്സ് എക്സ്റ്റേണലി ഹാപ്പനിങ്, പുറത്ത് വരെ സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ചില കാര്യങ്ങളൊക്കെ വരും അല്ലെ, അപ്പൊ അതിങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എല്ലാവരും വിഷ്വലി എന്തെങ്കിലും ഇൻഫോം ചെയ്ത് എല്ലാവർക്കും മെസ്സേജ് ഒക്കെ എത്തിക്കാനൊക്കെ സാധിക്കും. വിഷ്വൽ അപ്പീൽ മൾട്ടിമീഡിയ കേപ്പബിലിറ്റീസ്, അത് നമുക്ക് വിഷ്വലി കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഓഡിയോ വീഡിയോ ഉൾപ്പെടുത്താനായിട്ട് മൾട്ടിമീഡിയ കേപ്പബിലിറ്റീസ് ഉപയോഗപ്രദമാക്കാൻ സാധിക്കും. ആൻഡ് കേസ് ഓഫ് യൂസ് മേക്ക് ഇറ്റ് ആൻ എസെൻഷ്യൽ സോഫ്റ്റ്വെയർ, അതുകൊണ്ട് തന്നെ എന്താണത് എസെൻഷ്യൽ അല്ലെ, ഫലപ്രദമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. പ്രൊഡക്റ്റീവ്ലി കൺവേയിങ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ വിത്തിൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ബിയോണ്ട്, അതുകൊണ്ട് ഹോസ്പിറ്റലിനകത്ത് എല്ലാം തന്നെ നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് തന്നെ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിപ്പിക്കാനും മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് എന്ത് നമ്മളുടെ ഇത്തരത്തിലുള്ള ഈ ഒരു ടൂൾ എന്നുള്ളത്. അപ്പൊ പവർ പോയിന്റിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കാട്ടോ. സ്ലൈഡ് ക്രിയേഷൻ, സ്ലൈഡ് ഫോർമാറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ നമ്മൾക്ക് കണ്ടോ ഇമേജും ഷേപ്പും ചാർട്ടുകളൊക്കെ ഉണ്ടല്ലോ. അത് നമ്മള് സാധാരണയായിട്ട് യൂസേഴ്സ് ക്യാൻ ഈസിലി ആഡ് ടെക്സ്റ്റ്, ഇമേജ്, ഷേപ്പ്, നമുക്ക് ഏതൊക്കെ ഷേപ്പുകൾ ചെയ്യാനാവോ. ചിലപ്പോൾ അങ്ങനെ അതിപ്പോ റൗണ്ടുകൾ, കുറച്ച് റൗണ്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് വേരിയേഷൻസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതിനെ പെർസെന്റേജ് കാണിക്കുക, അതല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും അതൊക്കെ കാണിക്കുക, സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് കാണിക്കുക. അങ്ങനെയുള്ള തീമുകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഷേപ്പുകളോ ചാർട്ടുകളൊക്കെ തയ്യാറാക്കാനായിട്ട് സൈഡ് ക്രിയേഷൻ രൂപകൽപ്പന ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അതേമാതിരി തന്നെ സ്ലൈഡ് ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രധാനമായിട്ട് നമ്മൾ പറയാണ്, ഓൾറെഡി കുറച്ച് കുട്ടികൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതില് നമ്മള് നമുക്കൊരു സ്ലൈഡ് കാണിച്ചു തന്നിട്ട് ആ സ്ലൈഡിന് ആ ഒരു കളർ നമുക്ക് ഇഷ്ടപ്പെട്ടു, സ്ലൈഡ് നമുക്ക് ഇഷ്ടപ്പെട്ടു, അതായത് ആ രീതി ഓക്കെ അതൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ വേറെ ബാക്ക്ഗ്രൗണ്ട് അതിലേക്ക് കൊടുക്കും. അതേമാതിരി തന്നെ എന്താണ് മറ്റേതെങ്കിലും ഇപ്പൊ ഒരു ഫോണ്ട് സൈസോ
അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ഉപയോഗിച്ചിരിക്കുന്ന ലെറ്റേഴ്സിന് എന്തെങ്കിലും വേരിയേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുകൾ സ്ലൈഡ് ഈ രീതി ആയാൽ കുഴപ്പമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ലൈഡാണ് ഇത്. പക്ഷെ അതിന്റെ ആ ബാക്ക്ഗ്രൗണ്ടും അതിന്റെ ആ ഫോണ്ടിന്റെ ആ ഒരു ലെറ്റേഴ്സിന്റെ സൈസും അതിന്റെ ഇതൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിലാണ് സ്ലൈഡ് ഫോമാറ്റിക് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വേറെ നമുക്ക് കുറച്ചുകൂടി ഷേപ്പുകളോ ഇമേജുകളും ചാർട്ടുകളൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ക്രിയേറ്റിവിറ്റിക്കാണ് അല്ലെ, കുറച്ചും കൂടി ക്രിയേഷൻ ആയിട്ട് സൃഷ്ടിക്കേണ്ടതുണ്ട്. മറ്റേത് നിലവിലുള്ള സംഭവത്തിന് കുറച്ച് ആൾട്രേഷൻ ആണ്. അതായത് നമ്മൾ എന്താണ് കുറച്ചും കൂടി ഫോണ്ട് ആൾട്ടർ ചെയ്തു, അതേപോലെ തന്നെ ഗ്രൗണ്ട് അവിടെ നിലവിലുള്ള ഗ്രൗണ്ടിന്റെ ഫോമാറ്റൊക്കെ മാറ്റിയിട്ടു, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സ്ലൈഡ് ക്രിയേഷനും സ്ലൈഡ് ഫോമാറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? Slide creation, slide വേറെ എന്തെങ്കിലും തുടക്കം എന്താണ്? തുടക്കം ഒന്നുകൂടി ക്ലിയർ ആവണമെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും എന്റെ റെക്കോർഡ് ക്ലാസ് കേൾക്കാട്ടോ, അതായിരിക്കും എളുപ്പം. എനിവേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം എന്താണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേഡിന്റെ ആപ്ലിക്കബിലിറ്റി, അതിന്റെ യൂസേജ്, ഹോസ്പിറ്റൽ യൂസേജ് എന്ന് പറയുന്നത് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ ഓഫ് എന്ന് പറയുമ്പോൾ ഓഡിയോ വീഡിയോ ഉൾപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഓഡിയോ ക്ലിപ്പിംഗ് വേണമെങ്കിൽ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ഈ രീതി ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ സ്റ്റെപ്പ്. വീഡിയോ ആണെങ്കിൽ എന്താണ്, ചിലപ്പോ ചില കാര്യങ്ങളല്ലേ, ചിലപ്പോ ഒരാൾ വരുന്നു പോകുന്നു, അവര് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡയഗ്നോസിസ് കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു, ചിലപ്പോ പെട്ടെന്ന് എടുത്ത് പറയുന്നുണ്ടാവും. അതിനുശേഷം ഈ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചിട്ടൊക്കെ വീഡിയോ ഉൾപ്പെടുത്തി മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ ഉണ്ടാവും. ഇത് ഓഡിയോ ഉണ്ട്, വീഡിയോ എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ ജസ്റ്റ് ഇതൊന്ന് ഒന്നുകൂടി ഡൗട്ട് ചോദിച്ചായിരുന്നു, സമയമുണ്ടെങ്കിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ് പേഷ്യന്റ് റെക്കോർഡ്? അതായത് ഫസ്റ്റ് പോയിന്റ്, നമ്മുടെ വേർഡില് പ്രധാനമായിട്ട് ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്നത് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ട്രീറ്റ്മെന്റും അവരുടെ റിസൾട്ടുകളും അവരുടെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം വേർഡിലൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത്. മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്, മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ എന്തെങ്കിലും ലെറ്ററുകള്, അതല്ലെങ്കിൽ എന്താണ് ഡിസ്ചാർജ് സമ്മറീസ് ഒക്കെ തയ്യാറാക്കാനായിട്ട് ഈ MS വേർഡ് എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. പിന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, അതായത് നമുക്കറിയാം ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ തയ്യാറാക്കാനായിട്ട് ഈ MS വേർഡ് എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. പിന്നെ എഡ്യൂക്കേഷൻ മെറ്റീരിയൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ പേഷ്യൻസിന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞാലും പറയുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും നമ്മുടെ ലെറ്റേഴ്സ്, വൗച്ചേഴ്സ് അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ അവർക്ക് അതായത് ലഘുലേഖകളോ അല്ലെങ്കിൽ അസുഖവുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ മാറ്റങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ലീഫ്ലെറ്റൊക്കെ തയ്യാറാക്കി കൊടുക്കാം. റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ് അതിൽ പറയുന്നത് ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് ഇത് തയ്യാറാക്കാൻ, ഗവേഷണ പ്രബന്ധങ്ങളും കേസ് സ്റ്റഡീസിന്റെ ഇതൊക്കെ ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ തയ്യാറാക്കാനായിട്ട് ഇത്തരത്തിലുള്ള പേരിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട രീതിയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രൂപരേഖകൾ അല്ലെ രേഖകൾ പ്രമാണങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുന്നതിന് മീറ്റിംഗുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനൊക്കെ MS വേർഡ് എന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Research and publication. അഞ്ചാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ്
Research and publications. It backed up for the creation of a research papers, case studies and scientific articles. അതായത് റിസർച്ചിൻ്റെതായിട്ടുള്ള പേപ്പേഴ്സ്, ഗവേഷണം നടത്തിയിട്ടുള്ള പേപ്പറുകളുടെ സൃഷ്ടികൾ, അതേപോലെ കേസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങൾ മാറ്റേഴ്സ് തയ്യാറാക്കുന്നതിന്, അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതിനൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വേർഡിന്റെ ഉപയോഗം, അല്ലെങ്കിൽ നമ്മൾ MS വേർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ബോൾഡായിട്ട് അല്ലെങ്കിൽ സൈസ് കൂട്ടി അല്ലെങ്കിൽ പാരഗ്രാഫ് തിരിച്ച് അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാമെന്നുള്ളത് ക്ലിയർ ആണോ? നാലാമത്തെ എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് ഇത് തന്നെയാണ്. അതായത് നമ്മുടെ പേഷ്യൻസിന് ചിലപ്പോൾ രോഗാവസ്ഥയെ കുറിച്ചിട്ട് ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവർക്ക് ഇതാണ് രോഗം, ഈ രോഗം ഇങ്ങനെയൊക്കെ ഭേദമാക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ എന്തെങ്കിലും ലഘുരേഖകളൊക്കെ തയ്യാറാക്കി കൊടുക്കാം. ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റൊക്കെ നമുക്ക് ആദ്യം കൊടുത്തു നോക്കാം. ഈ ട്രീറ്റ്മെന്റുകൾക്ക് ശേഷം ഭേദമായില്ലെങ്കിൽ ആ ഓപ്പറേഷന് വിധേയമാക്കേണ്ടത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓപ്പറേഷന് വിധേയമാകാതെ തന്നെ മെഡിസിൻ കഴിച്ച് നിങ്ങളുടെ രോഗമൊക്കെ മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്നില്ലെങ്കിൽ ലഘുരേഖകളോ എന്തെങ്കിലും അതായത് തയ്യാറാക്കിയിരുന്ന കുറച്ച് പേപ്പേഴ്സുകളൊക്കെ കൊടുത്തിട്ടൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഇൻഫോർമേഷൻ ലീഫ്ലെറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ വിവരങ്ങൾ അടങ്ങിയ അല്ലെ പേപ്പേഴ്സുകളൊക്കെ തയ്യാറാക്കി ഇവർക്ക് കൊടുക്കാനായിട്ട് പേഷ്യൻസിന്റെ ഇടയിൽ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Then healthcare professional can generate visually engaging and informative documents to teach patients about the various medical conditions. ഇത് തന്നെയാണ് അത് അവരുടെ കണ്ടീഷനുകൾ ഈ ഔട്ട്ലെറ്റ്സും ഹാൻഡ് ഔട്ട്സും അതിന്റെ ഇൻഫോർമേഷൻ ലെറ്റേഴ്സ് ഒക്കെ ലീഫ്ലെറ്റ്സ് ഒക്കെ ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇൻ കേസ് പ്രിവെന്റീവ് മെഷേഴ്സ് തുടങ്ങി മുൻകരുതലായിട്ടുള്ള ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോ ഒരു പേപ്പേഴ്സ് തരും അല്ലെ, മുൻകരുതലായിട്ട് ഇന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തരും അറിയിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതുകളൊക്കെ തന്നിരിക്കും. ഇപ്പൊ കോവിഡിന്റെ പശ്ചാത്തലത്തിലൊക്കെ നിങ്ങൾ മുൻകരുതലായിട്ട് ഇങ്ങനെ നടപടികൾ എടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ എല്ലാവർക്കും അവിടെ വരുന്ന ആദ്യം വരുന്ന എല്ലാവർക്കും തന്നെ പേപ്പേഴ്സ് ഒക്കെ കൊടുക്കും. ഇപ്പൊ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കത് വ്യക്തമായിട്ട് വായിച്ചെടുക്കാനൊക്കെ സാധിക്കും. ഇത് തയ്യാറാക്കുന്നത് എന്തിലൂടെയാണ്? MS വേർഡ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. അതേമാതിരിയാണ് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെ, നമ്മളിപ്പോ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിന് മുമ്പ് എല്ലാ കാര്യങ്ങൾ കഴിക്കണം. അല്ലെങ്കിൽ ഷുഗർ വരുന്നവരെ അല്ലെങ്കിൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ കാണാം ഇത്ര മണിക്കൂറിനുള്ളിൽ ടെസ്റ്റിന് വിധേയമാക്കണം, ഇങ്ങനെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, ഇത്ര നേരത്തെ ഉറങ്ങണം, ഷുഗർ ടെസ്റ്റ് ആണെങ്കിലും പ്രഷർ ആണെങ്കിലും അങ്ങനെ കൊളസ്ട്രോൾ ഒക്കെ ആണെങ്കിൽ ടെസ്റ്റിന് മുന്നോടിയിട്ട് കാര്യങ്ങൾ പറയും. അതേമാതിരി രോഗം വരാതിരിക്കാനായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റേഴ്സുകളെല്ലാം തയ്യാറാക്കുന്നത് നമ്മുടെ MS വേർഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇനി എന്തായാലും ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. താങ്ക് യു. Thank you, ma'am.